ഹലോ ഗായ്സ്, എല്ലാവർക്കും കുഞ്ഞറക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. അപ്പൊ നമ്മളിന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ബിരിയാണി അരിയാണ് ഈ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്റെ മസാല ഉണ്ടാക്കാം. അപ്പൊ ആദ്യം തന്നെ 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണ ഒഴിച്ച് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഓവന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി ഒരു 20 മിനിറ്റ് കുക്കിങ്ങിന് വെക്കാം. അപ്പൊ ഗൈസ്, നമ്മുടേത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുണ്ട്, കണ്ടോ, നോക്കിയേ. അപ്പൊ നമുക്കിനിയും മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് അരിയൊക്കെ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ്. പിന്നെ നമ്മുടെ ഫ്ലേവറിനായിട്ടുള്ള കാര്യങ്ങൾ, കറുകപ്പട്ട, അങ്ങനത്തെ ഗ്രാമ്പൂ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മുടേത് വായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അരി ഇടാം. അപ്പോൾ അരി ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് വെള്ളം കുറവാണ്. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അളവൊക്കെ ചെയ്തു. പിന്നെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി. അപ്പൊ ഗൈസ്, നമ്മുടെ ബിരിയാണി റെഡിയായി. ഇത് ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞാൻ മിസ്സായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ ബൈ.